പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോപേദം തം കേതും പ്രണമാമ്യഹം. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത്. കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു. രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ 7ാം ഭാവത്തിൽ കേതു ഉണ്ടാകും. അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ. ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ, അമൃത കടിയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു, അങ്ങനെ ദീർഘായുസ്സാകുന്നു. ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു. അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു. ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു, തമഹ, അഗുഹു. അതിൻ്റെ വാലാകുന്നു, ഉടൽ ഭാഗമാകുന്നു കേതു, ശിഖി, ശിഖാധരഹ, കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു. നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് ഹേതുവില്ല. കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു. രാഹുദശ 18 വർഷമാണ്, കേതുദശയാകട്ടെ 7 വർഷമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ്. നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ്. കേതുവാണെങ്കിൽ അതിൻ്റെ 7ാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. 1.5 വർഷമാണ് രാഹുകേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത്. എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം? കേതു ശുഭഗ്രഹമല്ല, കേതു ഒരു പാപഗ്രഹമാകുന്നു. കേതോർദശായാം, കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവൈഹി, അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂവഹ, ഭുവം പാതി ഇതി ഭൂവഹ, ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം, അവരെ കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു. അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു? പീഡിപ്പിക്കുന്നു. ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു, ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു, തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. ശസ്ത്രഭീതിയും, ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു. സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു. ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു. ഉഷ്ണരോഗം, ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു. ഈ കേതുദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ, നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ, സോറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ്, ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു. മിഥ്യാപവാദം, മിഥ്യ അപവാദം, അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും. നാം വെള്ള ഷർട്ടിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും, മോശമായി പോകും. അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും. കുലദൂഷിതത്വം, തൻ്റെ കുലത്തിന് ദൂഷിതത്വം, തൻ്റെ കുലം ദൂഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യർഭയം പ്രോഷണം ആത്മദേശാത്, തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല, കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി, കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ്. വയറിലുണ്ടാകുന്ന അഗ്നി ജഠരാഗ്നിയാണ്. ഇതൊക്കെ അഗ്നിയാണ്. ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രോഷണം ആത്മദേശം, ആത്മദേശാത് പ്രോഷണം, തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു. തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ, ഗത്യന്തരമില്ലാതെ താൻ മാറിപ്പോകുന്ന ഒരവസ്ഥയും സംജാതമാകുന്നു. ഇതൊക്കെ കേതു ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം? ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ്. എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക? രാഹുകേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ഇതൊരു 9 തവണ ക്രമേണ ചൊല്ലുക. പിന്നീട് 18 തവണയായി വർദ്ധിപ്പിക്കാം. നല്ല മന്ത്രമാണ്. കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതുവിന് പൂജ ചെയ്യാം. കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിന് രാഹുകേതുക്കൾക്ക്
ആയില്യപൂജ, സർപ്പബലി, നൂറുംപാലും നാഗങ്ങൾക്ക് ചെയ്യാം. കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, മകം, മൂലം. ഇത് 3 കേതുവിലെ നക്ഷത്രങ്ങളാണ്. ഈ 3 നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം. ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം, മാറ്റണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം. മകരൻ രാശി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കേതു മകരൻ രാശിക്കാർക്ക് ചാരവശാൽ 8ാം ഭാവത്തിൽ, അഷ്ടമഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശുഭഗ്രഹങ്ങളായാലും പാപഗ്രഹങ്ങളായാലും വളരെ ദോഷപ്പെട്ട ഭാവമാകുന്നു അഷ്ടമം, 8ാം ഭാവം. ഷഷ്ടം, ദ്വാദശം, അഷ്ടമഞ്ച മുനിയോ ഭാവാൻ അനിഷ്ടാൻ വിദുഹു. ജ്യോതിഷത്തിൽ ഏറ്റവും അനിഷ്ടങ്ങളായ ഭാവങ്ങളാണ് 6, 8, 12 ഭാവങ്ങൾ. അതിലേറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മോശമായ ഭാവമാകുന്നു 8ാം ഭാവം. എന്താണ് 8ാം ഭാവം? സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം വേശ്മ ഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. എല്ലാ നാശവും, മരണം, മരണപ്രദേശം, തൻ്റെ ഭൃത്യജനങ്ങൾ, മഠം, അനാഥാലയം, മന്ദിരം, ക്ഷേത്രം, ട്രസ്റ്റ്, ഇതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ ചിന്തിക്കുന്ന ഭാവമാകുന്നു 8ാം ഭാവം. ഇവിടെ 8ാം ഭാവത്തിൽ കേതു വരുമ്പോൾ അപവാദോ മഠാപത്രിപിപാപയ അഷ്ടമസ്ഥിതി. അപവാദങ്ങളും മഠത്തിന് ആപത്തും ഉണ്ടാക്കും 8ാം ഭാവത്തിൽ കേതു വരുമ്പോൾ. അതിനാൽ മകരൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ട്രസ്റ്റ്, അനാഥാലയം, മന്ദിരം, വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഭരണങ്ങൾ നിർവഹിക്കുന്നവർക്ക് പേരുദോഷം വരും, അപവാദങ്ങൾ ഉണ്ടാകും. അതിനാൽ പലപ്പോഴും സാമ്പത്തിക തിരിമറിയോ അല്ലെങ്കിൽ വലിയ വലിയ വെടിക്കെട്ട് മുതലായ അപകടങ്ങളൊക്കെ വരുമ്പോൾ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ എന്ന നിലയിൽ മകരൻ രാശിക്കാർക്ക് പലപ്പോഴും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങേണ്ടി വരും. നാം വർഷത്തിൽ എത്ര അപകടങ്ങൾ കാണുന്നു, വെടിക്കെട്ട് അപകടങ്ങൾ, എത്ര പേർ മരിച്ചു പോകുന്നു, തകർന്നു പോകുന്നു. ആ സമയത്തൊക്കെ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെയാണ് കേസുണ്ടാകാറുള്ളത്. അതിനാൽ അവർക്ക് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ വരും. ഇതാണ് അപവാദങ്ങൾ. മഠത്തിന് ആപത്തുണ്ടാവുക, പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരിക, അതിൻ്റെയൊക്കെ ഭാഗഭാക്കായി പോലീസ് സ്റ്റേഷനിൽ, കോടതിയിൽ പോകേണ്ടി വരിക, കേസുണ്ടാവുക, മറ്റുള്ളവർ തന്നെ മാനസികമായും ശാരീരികമായും പല രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കുക. എപ്പോഴും തൻ്റെ ശത്രു പിറകിലുണ്ടാകാം. മനസ്സിലാക്കണം, തൻ്റെ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ആ സ്ഥാനം കൈയടക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാകാം ധാരാളം പേർ. അവർ തങ്ങൾക്കെതിരെ പാരപണിയും, തന്നെ ഉപദ്രവിക്കും, തൻ്റെ പേരുദോഷം, അപഖ്യാതികൾ തനിക്കുണ്ടാക്കും. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും 1.5 വർഷം കേതുവിൻ്റെ ചാരവശാലുള്ള മാറ്റ സമയത്ത്. അതിനുമപ്പുറം ഇന്ന് മകരൻ രാശിക്കാർക്ക് 2ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. അതിനാൽ പലപ്പോഴും തൻ്റെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക, ധനനഷ്ടമുണ്ടാവുക, പലപ്പോഴും തനിക്ക് വഞ്ചനാകുറ്റം, താൻ കളവ് പറഞ്ഞു തുടങ്ങിയ ആരോപണങ്ങൾ നേരിടേണ്ടി വരും. തൻ്റെ സൽപ്പേരിന് ഭംഗം വരുത്തും രാഹു കേതുക്കൾ. ചാരവശാൽ ഇപ്പോൾ വ്യാഴം 6ാം ഭാവത്തിലാണ്. അതിനാൽ പ്രത്യേകിച്ച് വരുന്ന ഒരു വർഷം, അടുത്ത വർഷം 2026 ജൂൺ 1 വരെ ഒരു സമയദോഷം മകരൻ രാശിക്കാർക്ക് എല്ലാ പ്രകാരത്തിലുമുണ്ട് എന്ന് ആലോചിക്കണം. വളരെ ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങളും മകരൻ രാശിക്കാർ ചെയ്യുക. എടുത്തു ചാടിയാൽ ബുദ്ധിമുട്ട് വരും. അഗമ്യ ജരാംഗനാസു നിരതഹ സന്ധ്യക്ത ലജ്ജോഘ്രണ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. തനിക്ക് പല രീതിയിലുള്ള ചില സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ചില സംസർഗം മൂലം പേരുദോഷം വരും. ആ പേരുദോഷം വന്നാൽ പദവിയൊക്കെ ഉപേക്ഷിച്ച് പോകുവാനാണ് തോന്നുക. തനിക്ക് പേരുദോഷമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കില്ല ഈ അഷ്ടമത്തിൽ കേതു വരുമ്പോഴൊക്കെ. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ, പദവി നശിച്ചാലും തനിക്ക് പ്രശ്നമല്ല എന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം ഫാമിലി ലൈഫിലൊക്കെ തന്നെ. ഗുദപീഡ്യതേ അർശരോഗേരവശ്യം ഭവേത് വാഹനാത് ദേവസൂനാം വിരോധ. അഷ്ടമത്തിൽ കേതു വരുമ്പോൾ ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതാകുന്നു ഫലം. ഗുദപീഡ്യത, തനിക്ക് ഗുഹ്യരോഗങ്ങൾ ഉണ്ടാകുന്നു. ഗുദരോഗങ്ങൾ, പൈൽസ്, പിസ്തുല മുതലായ രോഗങ്ങൾ ഉണ്ടാകാം, ഗുഹ്യരോഗങ്ങൾ ഉണ്ടാകാം. അർശരോഗേഹി, ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അർശസ് മുതലായ രോഗങ്ങളാണ്. അതിനാൽ പൈൽസ്, പിസ്തുല മുതലായ രോഗങ്ങൾ, പലപ്പോഴും ഗുഹ്യരോഗങ്ങളും പിടിപെടും അഷ്ടമത്തിൽ കേതു വരുമ്പോൾ.
ഭയം വാഹനത്തിനെ വളരെയധികം ഭയക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോഴും രാത്രി സഞ്ചാരവും ഏറ്റവും അധികം ശ്രദ്ധിക്കണം മകരൻ രാശിക്കാർ. പ്രത്യേകിച്ച് സൂര്യൻ കർക്കിടക രാശിയിൽ വരുമ്പോൾ അതൊരു സമയദോഷമാകും. ആ 31-32 ദിവസങ്ങൾ എപ്പോഴാണത് സംഭവിക്കുന്നത്? ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 17 വരെയുള്ള 31 ദിനങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അധോമുഖ രാശിയാണ്, ചരരാശിയാണ്. വാഹനാപകടങ്ങൾ ഉണ്ടാകാം, സർജറി ഉണ്ടാകും. ഭവയദഷ്ടമേ രാഹു പുച്ഛേർത്തലാവ സദാ കീടകന്യാജ ഗോയുഗ്മകേതു. രാഹുപുച്ഛമായ കേതു 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കീടം വൃശ്ചികം, കന്യ, അജമേടം, ഗോ ഇടവം, യുഗ്മം, മിഥുനം, ഈ രാശികളിൽ നിൽക്കുന്ന കേതു ധനലാഭത്തെ പ്രദാനം ചെയ്യും. ഇവിടെ മകരൻ രാശിയാണ് നാം ചിന്തിക്കുന്നത്. അതിനാൽ അഷ്ടമത്തിലെ കേതുവിനെ ശ്രദ്ധിക്കണം. ഇവിടെ നന്നായി കേതുപ്രീതി ചെയ്യണം. തനിക്ക് പുതിയ ഭാരവാഹിത്വങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ മകരൻ രാശിക്കാർ അതിപ്പോൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് 1 ഇയർ നല്ലത്, അടുത്ത ജൂൺ മാസം വരെ. അല്ലെങ്കിൽ തൽക്കാലം പദവിയിൽ നിന്നും മാറി നിൽക്കുന്നതും വളരെ നല്ലതാണ്. പദവി നഷ്ടപ്പെടും, പദവിയിൽ പേരുദോഷമുണ്ടാക്കാം. പല രീതിയിലുള്ള സാമ്പത്തികമായ അപഖ്യാതികളും മറ്റ് അപഖ്യാതികളും തന്നെ ബാധിക്കുന്നതാണ്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം മകരൻ രാശിക്കാർ. പ്രാർത്ഥനകൾ ഞാൻ ഓരോ വീഡിയോകളിലും സൂചിപ്പിക്കാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്രകാരം രാഹുകേതുക്കളുടെ വഴിപാടുകൾ ചെയ്യുക, സർപ്പക്ഷേത്ര ദർശനം നടത്തി ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ മോചനം വരുത്തണം മകരൻ രാശിക്കാർ. എല്ലാ മകരൻ രാശിക്കാർക്കും ശോഭനമായ ഒരു 18 മാസക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.